വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കും? കൊടും വേനലിൽ വെള്ളം കൂടി ഇല്ലാതായാൽ എന്താവും അവസ്ഥ? അതിരൂക്ഷമായ ജലക്ഷാമത്തിന്റെ പിടിയിലാണ് ബംഗളൂരു. അതോടെ വെള്ളത്തിന് പൊള്ളുന്ന വില ഈടാക്കുകയാണ് ടാങ്കർ ലോറി ഉടമകൾ. സർക്കാർ നിശ്ചയിച്ചതിലും കൂടുതൽ തുക ഈടാക്കി ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ടാങ്കറുകൾ. 600 മുതൽ 1200 രൂപ വരെയാണ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച വില. അതിരൂക്ഷമായ ജലക്ഷാമം മുതലെടുത്ത് ടാങ്കറുകൾ അമിതവില ഈടാക്കുന്നതായി നിരവധി പരാതികളാണ് ഉയരുന്നത്. ടാങ്കർ ഉടമകൾ 3000 രൂപ വരെയാണ് ജലത്തിന് ഈടാക്കുന്നത്. ഇത്രയും തുക നൽകിയാലേ ജലം നൽകൂവെന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ വൻ തുകയായാലും ഇത് നൽകി ജലം വാങ്ങാൻ നിർബന്ധിതരാകുകയാണ് ജനങ്ങൾ. സർക്കാർ നിരക്ക് പ്രകാരം 6000 ലിറ്റർ വെള്ളം 5 കിലോമീറ്റർ ചുറ്റളവിൽ വിതരണം ചെയ്യാൻ 600 രൂപയാണ് നൽകേണ്ടത്. 5 മുതൽ 10 കിലോമീറ്റർ വരെ 750 രൂപ നൽകണം. 8000 ലിറ്റർ വെള്ളത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ 700 രൂപയാണ് നൽകേണ്ടത്. 5 മുതൽ 10 കിലോമീറ്റർ വരെ 850 രൂപ നൽകണം. 1000 ലിറ്റർ 5 കിലോമീറ്ററിനുള്ളിൽ ലഭിക്കാൻ 1000 രൂപയും 5 മുതൽ 10 കിലോമീറ്റർ വരെ 1200 രൂപയുമാണ് നൽകേണ്ടത്. ജലക്ഷാമം നേരിടാൻ ബംഗളൂരു നഗരവാസികൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലായി കുളി പരിമിതപ്പെടുത്തിയിരിക്കുന്നതായാണ് റിപ്പോർട്ട്. ഒപ്പം ഭക്ഷണം ഓൺലൈനായി ഓർഡർ ചെയ്യുന്നതും വർദ്ധിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് ജനം ജല ഉപയോഗം കുറയ്ക്കുന്നത്. മാത്രമല്ല, മാളുകളിലെ ടോയ്ലറ്റാണ് മിക്കവരും ഉപയോഗിക്കുന്നത്. ഹോട്ടലുകൾ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാനാകുന്ന ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, പ്ലേറ്റുകൾ, കപ്പുകൾ എന്നിവ ഉപയോഗിക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദുരിതത്തിലാണ്. മിക്ക സ്കൂളുകളും അടച്ചു. കോവിഡ് കാലഘട്ടത്തെ പോലെ ഓൺലൈൻ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജലക്ഷാമം പരിഹരിക്കുന്നതുവരെ വർക്ക് ഫ്രം ഹോം അനുവദിക്കാൻ മലയാളികൾ ഉൾപ്പെടെ ജീവനക്കാർ IT കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നഗരത്തിലെ കോൺക്രീറ്റ് വൽക്കരണം 80% വർദ്ധിച്ചതാണ് ജലക്ഷാമത്തിന് കാരണമെന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ പഠന റിപ്പോർട്ട് പറയുന്നത്. 1973 ഇത് 8% മാത്രമായിരുന്നു. മാത്രമല്ല, തണ്ണീർത്തടങ്ങളുടെ വിസ്തീർണവും കുറഞ്ഞു. 1973 2324 ഹെക്ടർ 696 ഹെക്ടറായി ചുരുങ്ങി. തടാകങ്ങളുടെ 98% കയ്യേറിയതായും 90% മലിനമാണെന്നും പഠനം കണ്ടെത്തിയിരുന്നു. അമിതമായ കോൺക്രീറ്റ് വൽക്കരണത്തെ തുടർന്ന് ഭൂഗർഭ ജലനിരപ്പിൽ വൻ ഇടിവുണ്ടായിട്ടുണ്ട്. ഇതുവരെ 7000 കുഴൽക്കിണറുകൾ വറ്റിവരണ്ടു. വായുമലിനീകരണം വർദ്ധിക്കാനും ഇത് കാരണമായിട്ടുണ്ട്.